എനിക്ക് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ മോനെ കഴിഞ്ഞ് എന്നോട് പറയും അമ്മ കഴിച്ചിട്ട് അമ്മയുടെ കാലം കഴിയുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയാകും. എന്റെ അമ്മാമാരെയൊക്കെ കാലെന്റെ അമ്മ ഓടിച്ചിട്ടുണ്ട്. പെങ്കൊച്ചായിരുന്നു എന്നെ ഒന്ന് മലക്കുണ്ട്. ഒരാള് തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. വീട് പണി അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ, പൈസ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ടെൻഷൻ. കാരണം അമ്മ ജോലിക്ക് പോയി. അമ്മ ജോലിക്ക് പോയിട്ട് എന്തായി, വയ്യാണ്ടായി, അറ്റാക്ക് വന്നു. അത് ഒരു ചാപ്രയിലല്ല, 2 ചാപ്രയിലൊക്കെ ഒരു സ്ഥലത്ത് അടിച്ചിട്ട് റെസ്റ്റ് എടുക്ക, അടുത്ത സ്ഥലത്തും. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന 2 സ്ഥലത്ത് പൈസ എടുത്തില്ലേ, അത് ഒരു സ്ഥലത്തെ പൈസ മാറ്റും. ഇപ്പൊ ഒരു പണിയില്ലെങ്കിൽ അടുത്ത പണി മണ്ണി ചുമക്കാനാണ് മണ്ണി ചുമക്കാൻ പോകും, ചകിരി ചുമക്കാൻ പോകും, കറുക ചികാൻ പോകും, തൊഴിലുറപ്പിന്റെ പോകും, എല്ലാത്തിനും പോകും. അമ്മയ്ക്ക് അന്ന് ട്രാൻസ് ആവുന്ന അമ്മയ്ക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ബ്രസ്റ്റ് സർജറി ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് തൊണ്ടവേന എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് ആദ്യം ബ്രസ്റ്റ് സർജറി ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു അമ്മേനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ശിവയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ മാറ്റാൻ തന്നെ ഒരു പരിധി വരെ അമ്മയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ. അമ്മയുടെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഡോക്ടർ തന്നെ ചോദിച്ചായിരുന്നു, നീ ആ കുഞ്ഞിനെ ഇങ്ങനെ വന്നിട്ട്, എനിക്ക് 2 ആമക്കളാ, ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് നീ വേറെ കല്യാണം കഴിച്ച് ജീവിക്കാൻ. എന്നിട്ട് നിന്നില്ല, എനിക്ക് വേണ്ടിയിട്ട് ജില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നവരെ എനിക്ക് വേണ്ടി ജീവിച്ച് വേറെ കല്യാണം കഴിച്ചില്ല. അപ്പൊ ആ ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഇഷ്ടത്തിൽ നിൽക്കുമല്ലോ. അവരൊക്കെ അവരുടെ മക്കളെയും കൊണ്ട് ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ അവരുടെ മക്കളൊക്കെ വളർന്നു, എങ്ങും എത്താത്ത അവസ്ഥ എത്തിയപ്പം ശിവന്റെ അമ്മേനെ പൊന്നുപോലെ നോക്കുന്ന കണ്ടപ്പോൾ അവരൊക്കെ അവസാനം പറഞ്ഞു, ശിവനെ പോലെ ഒരു മകൻ മതിയായിരുന്നു. നമ്മൾ ജനിക്കുമ്പോഴേ ഇപ്പം ഞാനൊരു സ്ത്രീ ആയിട്ട് തന്നെയാണ് ജനിക്കുന്നത്. നമ്മുടെ ശരീരം കൊണ്ട് മാത്രമേ മാറ്റങ്ങളുള്ളൂ. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ സ്ത്രീയാണ്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ പറയാറുണ്ട്, ആ പേര് അഭിമാനമാണ്, ആ പേര് അങ്ങനെ വിളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പഴയ ഐഡന്റിറ്റിയിലോ എൻ്റെ പഴയ പേരിലോ എനിക്ക് ഇഷ്ടമല്ല. സാരിയെ കൊടുക്കാൻ പറ്റത്തില്ല, പൊട്ടിടത്തില്ല, വളയിടത്തില്ല, വാസന ഇടത്തില്ല, വാസനൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഇടത്തില്ല, കമ്മല് സ്വർണത്തിന്റെ കമ്മലൊക്കെ ഇടത്തില്ല, ഒരു ഷർട്ടും ഇട്ട് മുണ്ടും എടുത്ത് അല്ലെങ്കിൽ ഒരു പാന്റ് ഇടും. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്രാവശ്യം ഇനിയിപ്പം മാർച്ച് 17-ാം തീയതി ഏപ്രിൽ 17-ാം തീയതി ഞാൻ കയറും. വീട് വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. കാരണം ഞാൻ ചെന്ന് ചോദിച്ചൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, അയ്യപ്പൻ തന്നിട്ടുണ്ട്. ശബരിമലയ്ക്ക് ഞാൻ ഇങ്ങനെ ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടമുള്ള ഒരേ ഒരു കാര്യം തന്നെയാണ്, എനിക്ക് അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം. കുറെ ട്രാൻസ് വുമൻസ് കയറാറുണ്ട്, പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്ത്രീയാണ്. എന്റെ അമ്മയോട് പറഞ്ഞ, ഞാൻ അമ്മയോട് ആ സമയത്ത് ചോദിച്ചപ്പോ അമ്മയോട് പറഞ്ഞതാ, നീ പെണ്ണല്ലേ, നീ പെണ്ണുങ്ങൾ അങ്ങനെ ശബരിമല കയറുന്ന എന്നോട് അമ്മ ചോദിച്ചത്. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അയ്യപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം, അമ്മയുടെ മനഃശേഷം ഞാൻ കൊള്ളി വെക്കണമെന്നാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ഞാൻ തന്നെ മാറിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ അച്ഛനില്ല വളർന്ന് ഞാൻ ഒരിക്കലും അതിൻ്റെ കുറവ് അറിഞ്ഞിട്ടില്ല. എല്ലാം എനിക്ക് എൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പുസ്തകം, ഡ്രസ്സ്, എല്ലാം ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഇപ്പോൾ ചെറുപ്പത്തിൽ ഈ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞൊരു അവരുടെ ഒരു മുഖം ചുളിയുന്ന ഒരു പ്രകൃതമുണ്ട്. ഇപ്പം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാറില്ല, ഒരു വീട്ടുകാരും അങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറില്ല. ഇപ്പം ഇവിടെ ചെയ്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പൂർണ്ണമായിട്ടും ശിവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അമ്മേനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ശിവയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ മാറ്റാൻ തന്നെ ഒരു പരിധി വരെ അമ്മയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു അത്? എന്നോട് പറയും, അമ്മ കഴിച്ചിട്ട് അമ്മയുടെ കാലം കഴിയുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയാകും. ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ അത് കേൾക്കണ്ട, എന്ത് ചെയ്യും? ഞാൻ പറയാം, അതെന്തെന്ന് വെച്ചാൽ കുഞ്ഞ് തീരുമാനിക്കുക. അല്ല, ഓൾറെഡി ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, അമ്മയ്ക്ക് അന്ന് ട്രാൻസ് ആവുന്ന അമ്മയ്ക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ബ്രസ്റ്റ് സർജറി ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് തൊണ്ടവേന എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് ആദ്യം ബ്രസ്റ്റ് സർജറി ചെയ്തത്. തൊണ്ടവേന സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം പോയി സർജറി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് ജോലി ഇല്ലാത്ത സമയത്ത് ആമസോണിൽ കൃഷ്ണേജ സാറുണ്ടല്ലോ, കളക്ടർ, പുള്ളിക്കാരനാണ് ജോലി വാങ്ങി തന്നത്. അപ്പം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ പറഞ്ഞൊക്കെ അമ്മ അറിയുന്നത്. അതിനുശേഷം ഞാൻ പോയി സർജറി ചെയ്തു. അപ്പം ഞാൻ എനിക്ക് തൊണ്ടവേന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി സർജറി ചെയ്തത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അയ്യപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം, അമ്മയുടെ മനഃശേഷം ഞാൻ കൊള്ളി വെക്കണമെന്നാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം അല്ലെങ്കിൽ ആൾക്കാരെ അമ്മ തന്നെ ഇത് പറയാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും, എന്തായാലും എൻ്റെ മൈൻഡ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ തന്നെ മാറിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റും. അമ്മേനെ കൊണ്ട് എനിക്ക് മലയ്ക്ക് പോവാം, അമ്മയുടെ കാലശേഷം. അതുപോലെ തന്നെ എൻ്റെ അമ്മാമാരെയൊക്കെ കാലെൻ്റെ അമ്മ ഓടിച്ചിട്ടുണ്ട്. പെങ്കൊച്ചായിരുന്നു എന്നെ ഒന്ന് മലയ്ക്കുണ്ട്. ഒരാള് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
അപ്പം എല്ലാം കൂടി അങ്ങ് പ്രതികാരം അങ്ങ് എല്ലാം കൂടി അങ്ങ് വീട്ടി. പിന്നെ എൻ്റെ ജെൻഡർ അതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. അപ്പം പിന്നെ ഞാനായിട്ട് ജീവിക്കുന്നില്ലേ നല്ലത്. പിന്നെ അമ്മയ്ക്ക് ഈ ആരും പറഞ്ഞു കൊടുത്താലൊന്നും അമ്മ ഇതാക്കത്തില്ല. ഞാൻ എന്നോട് ചോദിക്കും, ഞാൻ പറയും, അത്രേ ഉള്ളൂ. ഞാൻ എന്താണോ അത് വേണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം പോകണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ അമ്മ നിന്നോളൂ. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തൊരു കല്യാണത്തിന് പോകണമെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ പണ്ട് പോലെ ഞങ്ങൾ അങ്ങനെയാണ്. ഞാനാണെങ്കിലും അമ്മയോട് ചോദിച്ചിട്ട് എന്ത് കാര്യം ചെയ്യത്തുള്ളൂ, അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അവിടെയൊന്നും പ്രശ്നമില്ല. പിന്നെ അമ്മയ്ക്ക് ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടെ അമ്മ നിൽക്കും. കാരണം എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചതാണ്. അല്ല, എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരാളാണ്. കാരണം വേറെ ആർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ. അന്ന് അമ്മയുടെ ബന്ധുക്കാരിൽ അമ്മയുടെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഡോക്ടർ തന്നെ ചോദിച്ചായിരുന്നു, നീ ആ കുഞ്ഞിനെ ഇങ്ങനെ വന്നിട്ട്, എനിക്ക് 2 ആമക്കളാ, ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് നീ വേറെ കല്യാണം കഴിച്ച് ജീവിക്കാൻ. എന്നിട്ട് നിന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഇല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നവരെ എനിക്ക് വേണ്ടി ജീവിച്ച് വേറെ കല്യാണം കഴിച്ചില്ല. അപ്പോൾ ആ ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുമല്ലോ. അങ്ങനെ നിന്നാണ് അവരുടെ സന്തോഷം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്. ഇത്രയും സപ്പോർട്ട് വരെ അമ്മേനെ അല്ലേ. വേറെ കാര്യം കൂടി ഉണ്ട് ബ്രോ ഈ കാര്യത്തിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പെൺകുട്ടി ആയപ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പോയത് എനിക്ക് എന്തുകൊണ്ട് ഹാപ്പിയാണ്. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ആകുന്നു. അന്ന് എനിക്ക് ബന്ധുക്കൾ കൂടെ ഉണ്ടാകുന്ന അത് പറ്റില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ല, ഞാൻ അവരെയൊക്കെ ബോധിപ്പിക്കേണ്ടി വന്നേനായിരുന്നു. എനിക്ക് അവരില്ലാതെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും അർപ്പിതയോട് പറയും, ഞാൻ അച്ഛനില്ല വളർന്ന് ഞാൻ ഒരിക്കലും അതിൻ്റെ കുറവ് അറിഞ്ഞിട്ടില്ല. എല്ലാം എനിക്ക് എൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പുസ്തകം, ഡ്രസ്സ്, എല്ലാം ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നപ്പോൾ എനിക്കിങ്ങനെ ആകാൻ പറ്റിയെന്ന് വരത്തില്ലായിരുന്നു. അവിടെ മാറ്റങ്ങൾ വന്നത്. പക്ഷെ എല്ലാം കൊണ്ട് അമ്മ മതി ഇല്ലേ. അച്ഛനുണ്ട്, വെള്ളം ഒടിച്ചു വന്ന് അമ്മയെ അടിക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, മുകളിലിരിക്കുന്ന ആളാണ്, എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞാൽ അമ്മേനെ പൊന്നുപോലെ നോക്കിയ ഒരാളാണെന്ന്. പക്ഷെ അയാൾ ഇല്ലാഞ്ഞിട്ടും അമ്മ അയാളുടെ സ്ഥാനം കൂടി വെച്ച് എന്നെ നോക്കിയതാണ്. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾക്ക് അമ്മ നിൽക്കും, ഇനിയും നിൽക്കും. ഇനി അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യമാണ്. അച്ഛൻ ഇഞ്ചക്ഷൻ എടുക്കാഞ്ഞത് കൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. ആ ഒരു വിഷമം ഇപ്പോഴും അമ്മ അനുഭവിച്ചില്ലേ. അങ്ങേരെ ആ ഒരു ഇത് നോക്കിയിരുന്നെങ്കിൽ അമ്മ ഇന്ന് ഇത്ര കണക്ക് കഷ്ടപ്പെടും. അപ്പം അതിൽ ഹാപ്പി ആയിട്ട് നമ്മളിപ്പോൾ അമ്മയെ നോക്കുക. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ പോലും ഞാൻ ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഇവിടെ ഏതാണോ നല്ല ഹോസ്പിറ്റൽ വലുത് അവിടെ കൊണ്ടുപോകത്തുള്ളൂ. അമ്മയ്ക്ക് ഇവളോട് ഞാൻ പറയും, അമ്മയ്ക്ക് സീരിയൽ കാണണം എത്ര വയ്യെങ്കിലും, TV ഉള്ള റൂമേ എടുക്കുകയുള്ളൂ. അതങ്ങനെയാണ്. കാരണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം, നമുക്ക് വേണ്ടി ജീവിച്ചല്ലേ. ഇച്ചിരി കാറ്റടിച്ച് പോയാൽ അപ്പം വിളിക്കും, മോനു കേബിൾ ഇല്ല. അപ്പം അവരെ വിളിക്കും ഞാൻ. അതുകൊണ്ട് കേബിളിൽ ആ ചേട്ടന് സ്വസ്ഥതയില്ല. അതന്നെ ഇവിടെ ഒരിക്കലും കേബിൾ നഷ്ടപ്പെടില്ല. ഇത്രയും സപ്പോർട്ടായി മകന്റെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ ഒരമ്മ അല്ലേ അമ്മ? എനിക്ക് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ മോനെ കഴിഞ്ഞ് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴേ എന്തോ അർപ്പിത തന്നെ ഇട്ടിട്ട് പോകുന്ന കാര്യം. ഒരു ഉദാഹരണം പറയാം. എന്റെ ഫോണിലേക്ക് വിളിക്കുക, ഹലോ മോനുവിനെ വിളിച്ചിട്ട് ഫോൺ, അല്ലെങ്കിൽ എനിക്ക് സുഖമാണെന്നോ അല്ലെങ്കിൽ ഞാൻ കഴിച്ചെന്നോ അമ്മ ചോദിക്കത്തില്ല, മോനുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് അങ്ങനെ പറയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കോമഡി പറഞ്ഞപ്പോഴേ അർപ്പിത ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞപ്പോ അവൾ ഇട്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അർപ്പിത പറഞ്ഞു ഇട്ടിട്ട് പോയാൽ ഞാൻ പ്രേതമായിട്ട് വരും, പ്രേതമായിട്ടൊന്ന് പിടിക്കുമെന്ന്. അല്ല, അമ്മയ്ക്ക് അറിയാലോ ഏതിലാണ് പേടി കൂടുതലെന്നുള്ളത്. അപ്പൊ അതിൽ പിടിച്ചു. അമ്മ ചെറുപ്പത്തിൽ എന്തായിരുന്നു പേരിട്ടത് ശിവയുടെ? പേര് പറയണോ? പേര് പറയണോ? പഴയ പേര് ഇഷ്ടമില്ല. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ പറയാറുണ്ട് ആ പേര് അഭിമാനമാണ്, ആ പേര് അങ്ങനെ വിളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ പഴയ ഐഡന്റിറ്റിയിലോ എന്റെ പഴയ പേരിലോ എനിക്ക് ഇഷ്ടമല്ല. ഇത് കഴിയുമ്പോ ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ടൊന്ന് വരണം, ഒന്ന് പേര് ചോദിച്ചു നോക്കണം, ഒന്ന് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ശരിയല്ല. അല്ല, എന്താന്ന് വെച്ചാലേ ഇപ്പൊ നമുക്ക് 2 ഐഡന്റിറ്റി ആണല്ലോ ചെറുപ്പത്തിൽ. അല്ല, ഇപ്പൊ ഒറ്റ ഐഡന്റിറ്റി ഉള്ളൂ. പക്ഷെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ശിവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആയിരുന്നു, അവിടെ നിന്നാണ് പുരുഷനായിട്ട് മാറിയിരിക്കുന്നത്. ഇല്ല, നമ്മളെല്ലാവരും ജനിക്കുമ്പോഴേ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കാൻ സമയം എടുക്കുമെന്നുള്ളൂ. നമ്മൾ ജനിക്കുമ്പോഴേ ഇപ്പം ഞാനൊരു സ്ത്രീ ആയിട്ട് തന്നെയാണ് ജനിക്കുന്നത്. നമ്മുടെ ശരീരം കൊണ്ട് മാത്രമേ മാറ്റങ്ങളുള്ളൂ. നമ്മൾ ജനിക്കുമ്പോഴേ മനസ്സുകൊണ്ട് നമ്മൾ സ്ത്രീയാണ്. നമ്മൾ മനസ്സിലാക്കി എടുക്കാനാണ് സമയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ വയസ്സ് കൂടുന്തോറുമാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇപ്പം ശരീരം കൊണ്ട് മാത്രമല്ലല്ലോ ജെൻഡർ തീരുമാനിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. അപ്പം ജനിക്കുമ്പോഴേ നമ്മളിങ്ങനെയാണ്, മനസ്സിലാക്കാൻ സമയം എടുക്കുമെന്നുള്ളൂ. ബ്രോ, അത് ഏത് പ്രായം തൊട്ടായിരുന്നു അതൊന്നും മനസ്സിലാക്കി പോയിക്കൊണ്ടിരുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു 2018 ആയപ്പോഴാണ്. അല്ല, അതിനു മുമ്പേ അറിയാം, ഇടുന്ന ഡ്രസ്സൊക്കെ അങ്ങനെയാണല്ലോ, സാരിയൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല,
പൊട്ടിടത്തില്ല, പൊട്ടിടത്തില്ല, വളയിടത്തില്ല. വള ഇടത്തില്ല, വാസന ഇടത്തില്ല, വാസനൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഇടത്തില്ല. കമ്മല്, സ്വർണത്തിന്റെ കമ്മല് വാങ്ങിച്ചു തരും, ഒന്നും ഇടത്തില്ല. ഒരു ഷർട്ടും ഇട്ട് ഒരു മുണ്ടും എടുത്ത്, അല്ലെങ്കിൽ ഒരു പാന്റ് ഇടും, അല്ലെ ഒരു പാന്റ് ഇട്ട് മുണ്ടെടുത്താൽ മടക്കി കുത്തിക്കൊണ്ട് നനയ്ക്കുന്ന അവിടെ അമ്മ എനിക്ക് എന്നോട് പറയും വളയിടണം മാറിയിടണം. അപ്പൊ കടയിലൊക്കെ പോകണമെങ്കിൽ അമ്മയ്ക്ക് വളയൊക്കെ വാങ്ങിച്ചു തരും. വാങ്ങിച്ചു തരാൻ പറ്റിയിട്ടാണ് ഞാൻ ഇത് ഇടില്ല. അത് കാരണം എല്ലാം ആ മോളെന്നുള്ള ആ ഒരു ആഗ്രഹം മൊത്തം സാധിക്കുന്ന ഇപ്പൊ അർത്ഥത്തില്ല. അല്ല, എന്റെ അടുത്ത് വിളിച്ച് പറയും അവക്ക് വള ഇട്ട് കൊടുക്കണം, അവക്ക് കമ്മൽ വാങ്ങി കൊടുക്കണം, അവക്ക് അത് ചെയ്ത് കൊടുക്കണം, ഇത് ചെയ്ത് കൊടുക്കണം, എല്ലാം പറയും. അമ്മ ആദ്യമായിട്ട് എന്തായിരുന്നു മേടിച്ചെന്ന്? എനിക്ക് അമ്മ മാല, നമ്മള് ജോസാലുക്കാസ് മാല. അമ്മ എനിക്ക് ഗോൾഡ് ചെയിൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് ആദ്യമായിട്ട് അമ്മ വാങ്ങിച്ചു തരുന്നത്. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, വള. പിന്നെ നമുക്ക് ഓണമൊക്കെ ആകുമ്പോ പൈസ എന്നോട് ക്യാഷ് തരും അമ്മ. അമ്മ ഇങ്ങനെ സ്വരുക്കൂട്ടി, അമ്മ എപ്പോ വിളിച്ചാലും പൈസയൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുവേ. എന്നിട്ട് അമ്മയുടെ ജസ്റ്റ് അമ്മയുടെ കട്ടിനടിയിലൊക്കെ നോക്കുമ്പോ കാണാം പൈസ. അമ്മ എല്ലാം ഇങ്ങനെ പൂഴ്ത്തി വെക്കും. എന്നിട്ട് ഓണമൊക്കെ ആകുമ്പോ ഇതേ നമുക്ക് തരാനായിട്ട് പറയാം. അമ്മ പറയും അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം പറഞ്ഞാൽ തരും. സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടി പൈസ തരും. അങ്ങനെ നമ്മള് വള വാങ്ങിയിട്ടുണ്ട്, കൊലുസ്, അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അമ്മ അത് നേരത്തെ മുതലുള്ള ഒരു ശീലമാണ്. അങ്ങനെ അത് ഒരു ചകിരിയടിയാണ് ഈ തടുക്കില്ലേ, തടുക്കിന്റെ പരിപാടി. അത് ഒരു ചാപ്രയിലല്ല, 2 ചാപ്രയിലൊക്കെ പോകും. ഒരു സ്ഥലത്ത് അടിച്ചിട്ട് റെസ്റ്റ് എടുക്കുക, അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെയൊക്കെ പോയി അടിക്കുക. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന 2 സ്ഥലത്ത് നിന്ന് പൈസ എടുത്തില്ലേ, അത് ഒരു സ്ഥലത്തെ പൈസ മാറ്റി വെക്കും. അങ്ങനെ വർഷങ്ങളോളം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഒരു പണി ഇല്ലെങ്കിൽ അടുത്ത പണി മണ്ണി ചുമക്കാനാണ് മണ്ണി ചുമക്കാൻ പോകും, ചകിരി ചുമക്കാൻ പോകും, കറുക ചികാൻ പോകും, തൊഴിലുറപ്പിൻ്റെ പോകും, എല്ലാത്തിനും പോകും. അങ്ങനെ എല്ലാം കിട്ടുന്ന എല്ലാം മാറ്റി വെച്ചേക്കും. അങ്ങനെ ഈ കഴിഞ്ഞൊരു ഓണം വരെ നമുക്ക് പൈസ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് വിടത്തില്ല. അറ്റാക്ക് മൂന്നാമത്തെ ഞങ്ങളറിയാതെ വേറെ ജോലിക്ക് പോയി, 2 ജോലിക്ക് പോയി. ഇതുപോലെ 2 ചാപ്രയിൽ പോയി, ആള് വീണ് പോയി. ചേട്ടന്റെ വീട്ടിലായിരുന്നു പണി. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ, പൈസ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ടെൻഷൻ. കാരണം അമ്മ ജോലിക്ക് പോയി. അമ്മ ജോലിക്ക് പോയിട്ട് എന്തായി, വയ്യാണ്ടായി, അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തുടക്കമായിരുന്നു മൂന്നാമത്തെ. അത് എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കി. രാത്രി ആയപ്പോൾ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ എന്തോ ചേട്ടന്റെ ഭാര്യയും ചേട്ടനും കൂടി ചെന്ന് നോക്കിയപ്പോൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ല, വീണുപോയി അവിടെ. അവര് പിന്നെ അവിടെ ഒരു എന്താ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി, പിന്നെ ജില്ലയിൽ കൊണ്ടുപോയി. അവിടുന്ന് വണ്ടാനം കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടാനൊന്നും വേണ്ട, സഹൃദയിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അവര് സഹൃദയെ കൊണ്ട് അതൊരു 5-6 ദിവസം കിടന്നു. അന്ന് പേടിപ്പിച്ചു. ഓരോന്നൊക്കെ വരുത്തി. ഈ ഇടയ്ക്കും പേടിപ്പിച്ചു. 2 ഞങ്ങളോട് പറയത്തില്ല, എന്നോട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം, എന്നോട് പറയത്തില്ല. ഏട്ടൻ ചിലപ്പോ ഈ ജോലിയൊക്കെ ചെയ്യുന്നോണ്ട് ദേഷ്യപ്പെടും, അത് ചെയ്തിട്ടല്ലേ ഇത് ചെയ്തിട്ടൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ ഏട്ടനോട് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മുടെ അഷ്കറിനോട് പറഞ്ഞു വയ്യാന്ന്. കോൺട്രാക്ടർ ഇല്ലേ, അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് വയ്യായിരുന്നത്. ഞങ്ങളോട് പറഞ്ഞില്ല, കള്ളിയാ. അതെന്ത് പറ്റിയമ്മേ മക്കളോട്? ഇവിടെ വീടിന്റെ പണിയൊക്കെ ഒരുമാതിരി ഒതുങ്ങി വരുന്നു. അപ്പം ഞാൻ താമസിക്കുന്ന വാടകയ്ക്കായിരുന്നല്ലോ, ആ വാടക സാധനമൊക്കെ എടുത്ത് കുറേശ്ശെ ഇവിടെ കൊണ്ട് എത്തിക്കാല്ല. അത്രയും കൂടെ പിള്ളേരെ മെനക്കെടുത്തിക്കണ്ടല്ലോ എന്നോർത്ത് കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ തീരെ അങ്ങ് വയ്യാതെ എൻ്റെ ഉഷ്ണിച്ചങ്ങ് ഒലിച്ച് പിന്നെ ഇരിക്കാനും വല്ല ശ്വാസം മുട്ടും ശ്വാസം പേലോട്ട് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ കുറേ നേരം അവിടെ മാറി കട്ടിലെ മാറി ഇങ്ങനെ പാനും ഇട്ടണ്ട് മാറിയിരുന്ന്. അപ്പം ഇവർ 2 പേരും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ? പറഞ്ഞു ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്തോ അമ്മയ്ക്കുണ്ട്, എന്താണെന്ന് അമ്മ പറയാൻ പറഞ്ഞു. ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ വെറുതെ വെച്ചിരുന്നേരം ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് മാറി. വീണ്ടും ഞാനങ്ങ് പോയി എൻ്റെ ജോലിക്ക് ഞാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞ ബക്കറ്റും വെള്ളം പോലും എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം എടുത്തത്. അമ്മയ്ക്ക് പേടിയെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന പഴയ സാധനങ്ങളൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കില്ല എന്നുള്ള ഓൾറെഡി ഞങ്ങൾ പറഞ്ഞായിരുന്നു. പഴയ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല, പുതിയത് മതിയെന്ന്. പക്ഷെ അമ്മ കഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ, അപ്പൊ അത് അമ്മയ്ക്ക് ഇങ്ങോട്ട് എടുക്കണമെന്നുള്ള. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഓരോന്നെടുത്ത് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് വെച്ച് തുടങ്ങി, എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ചെയറൊന്നും അതൊക്കെ അമ്മ വാങ്ങിയ ചെയർ, ടേബിള്, അലമാര ഞങ്ങൾ അമ്മയ്ക്ക് കണ്ടോണ്ടിരിക്കാം എന്ന് വെച്ചാൽ എല്ലാം ഓരോ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ കൂടുതലായിട്ടും കാര്യങ്ങൾ പറയുന്നത് മോളോടാണോ? മോളോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. മോനെ വിളിക്കും. മോൻ ജോലി സ്ഥലത്താണ്, മൊബൈൽ അന്നോരം എടുക്കത്തില്ല. ഒരു ദിവസം പറഞ്ഞു, അമ്മ ഞാൻ തിരക്കിലാണെങ്കിൽ അമ്മ ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, അമ്മ ടെൻഷൻ അടിക്കരുത് കേട്ടോ, ഞങ്ങൾ പിന്നെ തിരിച്ച് വിളിച്ചോളാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അർപ്പിതേവി പറഞ്ഞുതരാം അമ്മ. അപ്പൊ എന്തെങ്കിലും 2-3 പ്രാവശ്യം വിളിച്ചെടുത്താൽ ഞാൻ മോളെ വിളിക്ക് പറഞ്ഞു അമ്മ ജോലിക്ക് പോയിരിക്കുക, തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും എടുക്കാം, അമ്മ ടെൻഷൻ അടിക്കണ്ട, അമ്മ സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കും, വല്ലൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മ വീട്ടിൽ ഇരിക്കും
ഒരു കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം എനിക്കൊരു ആശ്വാസം കിട്ടും. കുറച്ച് നേരം വീട്ടിലനങ്ങാതിരിക്കും. എന്നുവെച്ചും പുറത്തൊക്കെ ഇറങ്ങി നടക്കും. പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ ഒന്ന് കുറേ നേരം ഇവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കും. അപ്പൊ പിന്നെ എന്നോട് വിളിക്കും അമ്മ അമ്പലങ്ങളൊക്കെ നേർച്ചയൊക്കെ നേരും. അപ്പൊ ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ ഷൗട്ട് ചെയ്യും. ചെറിയ ചെറിയ ബ്രോ, വലിയ നേർച്ചയൊക്കെയാ. എന്നെ വിളിച്ച് പറയും ഞാൻ ഇന്നത്തെ ഇത് ചെയ്തിട്ടുണ്ട്, മോനോട് പറയണം. അപ്പൊ ഞാൻ തഞ്ചത്തില് സമാധാനത്തില് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അമ്മ വിളിച്ച് പറയുമ്പം അമ്മ പെട്ടെന്നല്ലേ പറയുന്നേ, അതപ്പോ ഏട്ടൻ ദേഷ്യപ്പെടും. വലിയ വലിയ നേർച്ചകളൊക്കെ നേരും അമ്മ. അമ്മ എന്ത് നേർച്ച ഏറ്റവും വലിയ നേർന്ന്? കളം, ചുറ്റുവിളക്ക്, എനിക്ക് ചുമ്മാ തുലാഭാരം. തുലാഭാരം കാണിച്ചോളങ്ങനെ നമുക്ക് എപ്പോഴും തുലാഭാരമാണ്. പിന്നെ കാണിച്ചോളാം നമുക്ക് വിളക്ക്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ ചെയ്യും, ഞങ്ങൾ ഇച്ചിരി താമസം എടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും ഇപ്പൊ പൈസ കുറവാണ്, പൈസ ആകട്ടെ അപ്പൊ ചെയ്തു കൊടുക്കുക, അങ്ങനെ ചെയ്യും. ഇതുവരെ എല്ലാ വഴിപാടും ചെയ്തിട്ടുണ്ടോ അമ്മ? ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനും ഉണ്ട്. വീടിനെ പറ്റി ചെയ്യാനും. പാട്ടൊക്കെ ഉണ്ട് കുടുംബക്ഷേത്രത്തില്. ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമല്ലോ, നമ്മുടെ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ. അപ്പൊ ഞാൻ ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ പറയും മോനെ നമുക്ക് അവിടെ പോകണം, ഇത് ചെയ്യണം. ഒത്തിരി വലുതല്ലെങ്കിലും നമ്മളോടൊപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും. അവരുടെ പറ്റിയുള്ള ഇത് നമുക്ക് വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നത് നമ്മളൊരു ദോഷം വരച്ചു വെക്കരുത്. അവിടെ കൊടുക്കാനുള്ള നമ്മൾ കൊടുത്ത് ചെറിയ രീതിയിലാണ്, ചെറിയ രീതി നമുക്ക് കൊടുക്കേണ്ട കഴിവുള്ളത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ കുടുംബദോഷ സർപ്പദോഷം ഒന്നും വരത്തില്ല. അതിന് വേണ്ടിട്ട് കുഞ്ഞുങ്ങളോട് പറയുന്നത്. കണ്ടോ, അമ്മ നല്ല മുൻവിധിയോടുകൂടിയാ പോണത്. അത് ശരി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ പറയും നമ്മൾ പ്രതികരിക്കേണ്ട, ദൈവം കൊടുത്തോളൂ, കർമ്മയുണ്ട്, ദൈവം കൊടുത്തോളൂ. അതുകൊണ്ടാണ് ഇവക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നല്ല കൊടുക്കണം, ചെല്ലണം, ചോദിക്കണം, സംസാരിക്കണം. ഞാൻ പറയും ദൈവം കൊടുത്തോളും, കർമ്മം ദൈവം കൊടുത്തോളും എന്ന് പറയും. ഭയങ്കര കുശുമ്പിയല്ലേ? ആരാ? കുശുമ്പിയാണ്. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോ നിനക്ക് ലക്കീനെ കൂടുതൽ ഇഷ്ടം, നിനക്ക് മില്യനെ കൂടുതൽ ഇഷ്ടം, ഇത് പറയാറുണ്ട്. ചിലപ്പോ പറയാം തള്ളയുടെ സ്വഭാവം തന്നെ. എന്തെങ്കിലും പിശിക്കുമ്പോ പറയോ തള്ളയുടെ സ്വഭാവം തന്നെ പിശിക്കും. അപ്പൊ ഞാൻ പറയാം തള്ള പിശിക്കുന്നോണ്ട് അടി എന്തെങ്കിലും ഉണ്ടാകുന്നു. അതൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളയാൻ പറയും നീ തള്ളയുടെ സ്വഭാവം തന്നെ. അമ്മയുടെ അതേ സ്വഭാവം എന്ന് പറയും. ചിലക്ക് ദേഷ്യം ഞാൻ പറയാം തള്ളയുടെ അതേ ഗുണമാ അതൊക്കെ പറയും ഞാൻ. കാരണം ഇപ്പം എനിക്ക് എന്തെങ്കിലും ആഗ്രഹിച്ച് എന്തെങ്കിലും വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നോ എന്തെങ്കിലും പറയുമ്പോ ഉടനെ ഇങ്ങനെ പിശുക്കത്തരം പറയും. തള്ളയുടെ അതേ ഗുണമാ. ഞാനിവിടെ റിലേഷൻ ആയ സമയത്ത് ഒരു ദിവസം ആമസോണിന്റെ ഒരു 10 പാക്കറ്റ് വരും. ഓർഡർ ചെയ്യുന്നതാ. എന്നിട്ട് അത് ഇട്ട് നോക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും, റിട്ടേൺ ഇടും. ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആളാ. റിട്ടേൺ ഇടാം, ഇവിടെ റിട്ടേൺ ഇടത്തില്ല. ഇഷ്ടപ്പെട്ടില്ല ഒരു മാറ്റിയിട്ടിട്ട് അടുത്ത ഓർഡർ ചെയ്യും. അങ്ങനൊന്നും അല്ല. ആദ്യമൊക്കെ അങ്ങനെയൊക്കെ അത് പിന്നെ റിട്ടേൺ ഇടാൻ മടി. ചിലതിനൊന്നും റിട്ടേൺ ബട്ടൺ നെക്കണ്ടേ. ആ സമയത്ത് ഗൂഗിളിൽ അല്ലെങ്കിൽ വല്ല വീഡിയോ കാണാലോ, യൂട്യൂബിൽ കയറി കാണാമല്ലോ. അങ്ങനെ ഒരു മാസത്തോളം നമ്മളോട് ആ സ്വാമിജിയുടെ പ്രശ്നമായിരുന്നു. ഒരു മാസം ഫുള്ള് അതെനിക്ക് ഓരോ ഇതൊക്കെ വലിയ വലിയ ന്യൂസുകളൊക്കെ ഇങ്ങനെ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഇങ്ങനെ അതൊക്കെ. പിന്നെ ഷൈനി, കോട്ടയം ഷൈനി ഇതൊക്കെ ആയിരുന്നു മെയിൻ. അതൊക്കെ മാറി. ആ സമയത്താണ് ഈ ഡ്രസ്സുകളും കാര്യങ്ങളും കൂടുതൽ വരുന്നത്. ഇപ്പൊ കുറവായി. ഇപ്പൊ ആമസോണൊക്കെ വരുവാണെങ്കിൽ എനിക്കറിയാൻ പറ്റുമല്ലോ. ഞാനപ്പോ തന്നെ റിട്ടേൺ ഇട്ടേക്കില്ല. ചിലതൊന്നും എനിക്ക് കിട്ടത്തില്ല. ചിലതൊക്കെ ഇങ്ങനെ ഇവരെ ചിലപ്പോ എന്റെ ഓഫീസിൽ അഡ്രസ് വെക്കും. അങ്ങനെയാണ് ഞാൻ അവിടെ റിട്ടേൺ ഇട്ടേക്കും. അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് കിട്ടണ്ടേ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നേ. ചില ലിപ്സ്റ്റിക് ഒക്കെ ഷെയ്ഡൊക്കെ നമ്മളിങ്ങനെ തപ്പി പിടിച്ചിരുന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യും. എന്നിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും, പക്ഷെ കിട്ടത്തില്ല. എന്നിട്ട് ഇങ്ങോട്ടേക്കും ഇങ്ങനെ പറയാൻ വന്നിരുന്ന റിട്ടേൺ ഉണ്ടെന്നൊക്കെ പറയും. ചില ഷെയ്ഡൊക്കെ ഞാൻ തപ്പി പിടിച്ചിരുന്ന് വാങ്ങിക്കുന്നയാ, കിട്ടത്തില്ല എനിക്ക്. ഈ അർപ്പിതയുടെ വീട്ടുകാര് ഇങ്ങോട്ട് വരാറുണ്ടോ? ഉണ്ടായിരുന്നോ? ഞങ്ങള് ഇന്നലെ പോയിട്ട് വന്നാണ്. ഇന്നലെ മെനഞ്ഞാന്ന് പോയിട്ട് വന്നാണ്. ഭയങ്കര സപ്പോർട്ടാണ്. പണ്ട് പോലെ സപ്പോർട്ടാണ്. എന്റെ വീട്ടിൽ എനിക്ക് മാറ്റി നിർത്തലൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടില് പറഞ്ഞ് അവർ അക്സെപ്റ്റ്, അവർക്ക് ഓൾറെഡി അറിയാം. അവർക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. അവർക്ക് ഓൾറെഡി അത് ഇങ്ങനെ തന്നെ ആവത്തുള്ളത്. അതുകൊണ്ട് അവര് പറഞ്ഞു അത് പറയേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പൊ ഞാൻ പതിയെ മാറി. പിന്നെ വീട്ടിൽ പോവും. അവര് ഇപ്പോഴാലും ഇങ്ങോട്ട് വരും. ഞാൻ എറണാകുളത്താണെങ്കിൽ അവിടെ വരും. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മയ്ക്ക് എന്നെ പറ്റത്തില്ല എന്നെ പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ എന്നെ വിളിക്കണം, അങ്ങനെയൊക്കെയാ. അമ്മ ഒരു തവണയെങ്കിലും വിളിക്കും, വിശേഷങ്ങൾ അന്വേഷിക്കും, പറ്റുമെങ്കിൽ കാണാൻ വരും. ചേട്ടനായാലും ചേട്ടൻ്റെ വൈഫായാലും അച്ഛനായാലും അങ്ങനെ തന്നെയാ. കുടുംബക്കാരെല്ലാവരും, നാട്ടുകാരും അങ്ങനെ തന്നെയാ. ഭയങ്കര സ്നേഹമാണ്. കാണാത്തതിന്റെ പ്രശ്നമുള്ളൂ എന്നെ. ഞാൻ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ പ്രശ്നമുള്ളൂ. അമ്മ എപ്പോഴും പറയും
എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വിശേഷം ഉണ്ടെങ്കിൽ എന്നെ ആയിരിക്കും ആദ്യം അന്വേഷിക്കുന്നത്. ഞാൻ എവിടെയെന്നായിരിക്കും ചോദിക്കുന്നത്, കുടുംബക്കാരായാലും നാട്ടുകാരായാലും. അപ്പം അമ്മ എന്നോട് എപ്പോഴും സങ്കടം പറയും, നീ വരാതിരുന്നത് എങ്ങനെയാ, എനിക്ക് മടിയാ, ഇവിടുന്ന് അവിടെ പോകണം, അവിടെ ചെന്നിനി എങ്ങനെയാ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മടി പിടിച്ചിരുന്നാലും എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറ്റത്തില്ല. അവിടെ എവിടെന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കിപ്പം എറണാകുളത്താണെങ്കിലും നമുക്കുള്ള ലൈഫ് വേറെയാണ്. അവിടെ ചെന്നാൽ നമ്മളിനി ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടി വരും. വീട്ടിനങ്ങോട്ട് പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അമ്മ ഞാൻ ചെല്ലാത്തതിൻ്റെ വിഷമം പറച്ചില്ല എപ്പോഴും. അങ്ങനെ ഇത്തവണ ഞാൻ ഉത്സവത്തിന് പോയി, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഉത്സവത്തിന് പോയി. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മേനെ കൊണ്ടുപോയോ? ഇല്ല, അമ്മയ്ക്ക് അത്ര യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോയുള്ളൂ. അങ്ങനെ അമ്മ ഭയങ്കര ഹാപ്പിയായി. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരും, കാണാൻ വരും. ശിവ വിടാതിരിക്കോ? എന്നോട് പൊക്കോളാനാ പറയുന്നത്. അമ്മ എപ്പോഴും, പക്ഷെ എന്റെ അമ്മ സമ്മതിക്കത്തില്ല. എന്റെ അമ്മ പറയും, ഇതുപോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ മില ഫുഡ് കഴിച്ചില്ല. അപ്പൊ അമ്മ വിളിച്ചിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞു രാത്രി ഞാൻ പോരാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞ് നിക്കണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നാ മതി, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പേടി എങ്ങനെ ചാവഴിക്ക് പോയാലും. അമ്മ പറയും ഒന്നിച്ച് നിന്നാ മതി, ഒറ്റക്കൊറ്റക്ക് നിക്കണ്ട, അമ്മയ്ക്ക് പേടിയാ, ഇങ്ങനെ തേക്ക് അനുഭവം. അപ്പൊ അവിടുന്ന് അച്ഛനുണ്ടല്ലോ, അച്ഛന്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ? അച്ഛൻ നല്ല ഫ്രണ്ട്ലി മൈൻഡാണ്, പഴയ കഥകളൊക്കെ പറയും. കമ്പനിയാ അച്ഛന്റെ പഴയ പ്രേമ കഥകൾ വരെ പറയും. ഇവര് തേപ്പ് കഥ അതൊക്കെ പറയും. ഇവര് ഷെയർ ചെയ്യാറുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവര്. പുറത്തൊക്കെ അവിടെയാണ് അധികം കാണാനൊന്നും പറ്റുന്നില്ല അച്ഛനെ. അച്ഛനെ ഇപ്പൊ വയ്യാണ്ടായി. അച്ഛന് ഫിക്സ് ജെന്നിയുടെ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അത് അച്ഛന് മുറുക്കാൻ അങ്ങനെ ഫിക്സ് ഒക്കെ വന്ന് ഇപ്പൊ വയ്യാണ്ടിരിക്കുന്നു. ഇപ്പൊ അധികം പറ്റുന്നില്ല, സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല. അച്ഛന് ഇങ്ങനെ ഒരു സൈഡോ ഇങ്ങനെ ഓടിപ്പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു വിഷമം. എന്നാലും ഇവര് ഫ്രണ്ട്സ് ആണ്. ഭയങ്കര കാര്യം, എന്നെക്കാളും കാര്യം. നമുക്കും അച്ഛൻ ഇല്ലല്ലോ, അപ്പൊ ആ ഒരു സ്ഥാനത്ത് കിട്ടിയ ഒരാളാണ് അദ്ദേഹം. എപ്പോഴും ഹാപ്പിയാണ്, നല്ല കമ്പനിയാണ്. ഇവരോടാണേലും കമ്പനിയാണ്. മക്കള് അച്ഛനല്ല, ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആണ് ഇവര്. ഇവർക്ക് ചേട്ടനുണ്ട്, ചേട്ടനാണേലും ചേട്ടനാണെങ്കിൽ ഭയങ്കര ഗൗരവമൊക്കെയാ. പക്ഷെ നമ്മുടെ ഒരു കമ്പനി എന്നാലും നമ്മൾ കാണുമ്പോൾ നമ്മളേക്ക് ഭീകരനാണെന്ന്. പക്ഷേ അല്ല, ഭയങ്കര കോമഡിയാണ്. അതുപോലെ നാത്തൂനാണെങ്കിൽ, നാത്തൂൻ ചേട്ടൻ്റെ വൈഫും ഞങ്ങള് എന്നെക്കാളും ചെറിയ പ്രായമാണ് നാത്തൂന്. ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴും വിളിക്കും. കുറച്ച് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കോളൊക്കെ ചെയ്ത് കുഞ്ഞ് എവിടെ വീണ് മൂക്ക് മുറിഞ്ഞപ്പോ അപ്പാന്നാ വിളിക്കുന്നത്. അപ്പേനെ കാണണമെന്ന് പറഞ്ഞ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സ്നേഹമാണ്. അവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ശിവ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സ്വന്തക്കാരോട് കുറേ വാശി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെ വാശി അവരോട് ചെയ്യാനായിട്ടുള്ളത്? വാശി എന്ന് വെച്ചാൽ ഇനി എന്താ അവരോട് ചെയ്യാനുള്ളത്? കാരണം ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചതാണ്, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചതാണ്. അമ്മേനെ ഒരുപാട് വിഷമിപ്പിച്ച ആൾക്കാരാണ്. കാരണം ഇത്രയും സ്വന്തം അവരോടുള്ള ഏറ്റവും വലിയ റിവെഞ്ച് ഞാൻ വീട്ടി. കാരണം അവരുടെ ആരെയും കാല് പിടിക്കാതെ നല്ല രീതിയിൽ ഇപ്പം അമ്മേനെ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അമ്മ രാജവും, കാരണം എന്റെ ബന്ധുക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മകനായിട്ട് അവർക്ക് ജനിച്ചാൽ മതി എന്ന് വരെ എൻ്റെ ഒരു കസിൻ അവരുടെയൊക്കെ മകനായിട്ട് ശിവ മതിയായിരുന്നു. കാരണം അവരൊക്കെ അവരുടെ മക്കളെയും കൊണ്ട് ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ അവരുടെ മക്കളൊക്കെ വളർന്നു എങ്ങും എത്താത്ത അവസ്ഥ എത്തിയപ്പം ശിവേൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കുന്ന കണ്ടപ്പോൾ അവരൊക്കെ അവസാനം പറഞ്ഞു ശിവേനെ പോലെ ഒരു മകൻ മതിയായിരുന്നു. അതിലും വലിയ റിവഞ്ച് ഒന്നും നമ്മുടെ വിജയം. അതാണ് വിജയം. അവിടെ തന്നെ അമ്മ ഏറ്റവും വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണം. ഇനി നമുക്ക് ഒരുപാട്, ഇനി ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം മണാലിയാണ്. ഞാൻ 2 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഉയരം. മണാലിക്ക് പോകണം. നിങ്ങളൊന്ന് പറയണം മണാലി കൊണ്ടുപോകാൻ. കൊണ്ടുപോയിക്കൂടെ? ലക്കിനെ മിലേനൊക്കെ എന്ത് ചെയ്യും? മണാലിക്ക് പോകും, കൊണ്ടുപോകണം. ഞാൻ എത്ര നാളോട്ട് പറയാം എന്നെ മണാലി കൊണ്ടുപോകാന്ന് പറയാം. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോഴേ ഞാൻ പറയാം തള്ളയുടെ അതേ ഗുണമാണ്. കേട്ടോ അമ്മേ? മണാലിയിലൊക്കെ പോയാലും ദൂരെയല്ലേ, നമ്മൾക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റുമോ? അമ്മയ്ക്ക് ഒരു വയ്യായ്മ വേണ്ട വിളിച്ചാൽ നമ്മൾ അങ്ങനെ ഓടി വരും. ഇങ്ങനെ ചിന്തിക്കണില്ല അല്ലേ? ഞാൻ ചിന്തിക്കും, നാളത്തെ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കും. ഞാനിപ്പോൾ പോയെന്ന് വിചാരിക്കുക, അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായ്മ വന്നു. ഇപ്പം നമ്മൾ നോക്കുന്ന പോലെ വേറെ ആരും നോക്കുമോ? നമുക്ക് പൈസ അയച്ചു കൊടുക്കാം, പക്ഷെ മനുഷ്യനോളം വരുമോ പൈസ? ഇല്ലല്ലോ. ആൾക്കാള് തന്നെ വേണമല്ലോ. അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് നമ്മളെ കാണാനാണ് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ മിണ്ടാപ്രാണികൾ നമ്മളായിട്ട് എടുത്ത് ജീവൻ കൊടുത്ത ആൾക്കാർ, അവർക്ക് നമ്മളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ലേ? ബോർഡിങ്ങിലെന്ന് വെച്ചാൽ എത്ര നാൾ കൊടുക്കും? അതങ്ങനെ നമുക്കൊന്ന്, ഞാൻ ഇവരോട് നമ്മളൊന്ന് ഇതിലും നല്ല രീതിയിൽ സെറ്റായി ഒരു ഒരാളെ നിർത്തി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമ്മൾ ഈ സമ്പത്ത് കാലത്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാന്ന് കേട്ടില്ല. അതുപോലെ നമ്മൾ ഇപ്പം സമ്പാദിച്ച് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. നാളെ നമുക്ക് എവിടെ അച്ചാൽ പോവാം.
സ്വന്തമായിട്ട് വിമാനം വരെ എടുത്ത് നമുക്ക് പോകാം. അതെ. അങ്ങനെ ഒരാളാണ് ഈ നിൽക്കുന്നത്. അമ്മ പണ്ട് കഷ്ടപ്പെട്ടതിന്റെ ഗുണം മൊത്തമുള്ളൊരു മോനത്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങും. ഇനിയുള്ള ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഞാൻ നമുക്ക് already സ്വന്തമായിട്ട് Amazon- വരുമാനം വേണം. ആള് ആമസോണിലാണ്. പിന്നെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും പറയും ലീവ് ഒന്നും എടുക്കത്തില്ല, പിശുക്കനാ, ലീവ് ഒന്നും എടുക്കത്തില്ല. ഇവിടുത്തെ അത്ര പൈസ പോകത്തില്ലേ ബ്രോ? പിന്നെ അതുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നടക്കത്തില്ല. ചിന്തിക്കില്ലാന്നേ. ഞാൻ ചിന്തിക്കില്ല. ഞാൻ ഇവളോട് എപ്പോഴും പറയും നമ്മൾ പൈസ സമ്പാദിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഇവള് പറയും പണ്ട് ഇവളുടെ അമ്മേനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇട്ട് കുറേ നാളിട്ട് കഷ്ടപ്പെടുത്തി. ഞാൻ അപ്പോൾ അവളോട് പറയും അവർക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെച്ച് അവരെ നമുക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആക്കിയാൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, നോക്കാൻ ആൾക്കാർ കാണും, നമ്മൾ കിടന്ന് ഓടണ്ട. എപ്പോഴും ഇവളോട് പറയുന്ന കാര്യമായി. ഇവളതൊന്നും ചിന്തിക്കില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അതൊക്കെയാണ്. ഞാൻ ഇപ്പോഴും ഇവളോട് പറയുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ ഒരു അമ്മയല്ല, 2 അമ്മമാരുണ്ട്, ഒരു അച്ഛനുണ്ട്. അപ്പൊ അവർക്ക് നാളത്തേക്കുള്ളത് ഞാൻ സേവ് ചെയ്ത് വെച്ചാലേ എനിക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി ഇവളുടെ ഇത് വെച്ച് ഞാൻ മണാലി പോകുന്നു വിചാരിക്കും. പക്ഷെ എൻ്റെ മനസ്സ് അവിടെ കാണത്തില്ല, ശരീരം മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ മനസ്സ് വേറെ പല സ്ഥലങ്ങളിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും. ഞാൻ പ്രകടിപ്പിച്ചിട്ട് പോകേണ്ട കാര്യമുണ്ട്. എൻ്റെ മനസ്സ് കൂടി കൊണ്ട് വേണ്ടേ ഞാൻ പ്രകടിപ്പിക്കാൻ. അല്ല ചുമ്മാ എൻ്റെ മുഖം കൊണ്ട് മാത്രം ചിരിച്ചു നിന്നിട്ട് ഞാൻ എങ്ങനെ പോണത്? ഒരു കാര്യം അതൊക്കെയാണ് അവളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശിവ അനുഭവിക്കുന്ന വിഷമങ്ങളോ ശിവ അനുഭവിക്കുന്ന ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എല്ലാം മനസ്സിലാക്കും. ഞാൻ ചിലപ്പോൾ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ എവിടെയൊക്കെ പോണെന്ന് പറയുള്ളൂ. അമ്പലത്തിൽ പോയാൽ പോരെ, സമാധാനം കിട്ടൂലേ? ശിവയ്ക്ക് അതല്ല ആഗ്രഹം. അതെ, അമ്പലത്തിൽ ഞാൻ അമ്പലങ്ങളിൽ എല്ലായിടും കൂടെ പോവാറുണ്ട്. ആൾക്ക് ചില അമ്പലങ്ങളൊക്കെ പോകണം. ഇപ്പൊ അമ്മയ്ക്ക് പഴനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ജൂണിൽ എല്ലാവരും കൂടി ഇവളുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും എല്ലാവരും നമ്മള് ഫാമിലി ആയിട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ ശബരിമലയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. ശബരിമലയ്ക്ക് ഞാൻ ഇങ്ങനെ ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടമുള്ള ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. എനിക്ക് അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം. കൊണ്ടുപോകല്ലേ നമുക്ക് പോവാം. ഇനിയും കാത്തിരിക്കണ്ടേ? എന്റെ ഏറ്റവും വലിയ വിഷമം അതാണ്. ഇങ്ങനെ മാറിയില്ല എന്തെങ്കിലും വിഷമം ഇപ്പൊ എത്ര വയസ്സായി? പറയില്ല. പറയില്ല. അല്ല, അന്നേരം കുറച്ച് വർഷം നമ്മൾ കുറച്ചൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 15 വർഷം 25 വർഷം കാത്തിരിക്കാം. 15 വർഷം കാത്തിരുന്നപ്പോൾ ഒരു 25 വർഷം കാത്തിരിക്കാം. എന്നിട്ട് അപ്പൊ എനിക്ക് അയ്യപ്പനെ കാണാൻ പോണം. ഒരു 3-4 വർഷം ഞാൻ പോയിട്ടുണ്ട് പണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു വിഷമമുള്ള. അപ്പൊ ഏട്ടൻ എപ്പം മലയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് ഹാപ്പിയാ. ഞാൻ നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കും, അതേ കുഞ്ഞു മണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അയ്യപ്പനിൽ ഒരു കഥയുണ്ട്. അയ്യപ്പന് എനിക്ക് സത്യം പറഞ്ഞാൽ ആരും കൊണ്ടുപോയിട്ടില്ല. അമ്മ ചോദിച്ചിട്ട് ആരും കൊണ്ടുപോയില്ല. പക്ഷെ ഇവള് ഞങ്ങൾ റിലേഷൻ ആയി കഴിഞ്ഞപ്പോൾ അയ്യപ്പനെ കാണാൻ പോയി. ആദ്യ വട്ടം ചെന്നപ്പോൾ വണ്ടിയൊന്നും ഇല്ലാതെ നമ്മൾ യൂബർ വണ്ടി എടുത്താൽ പോയത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുത്ത വർഷം എനിക്ക് സ്വന്തം വണ്ടിയിൽ വരാൻ പറ്റും. അടുത്ത വർഷം ഞാൻ സ്വന്തം വണ്ടിയിലാണ് ചെന്നത്. അതിനുശേഷം ചെന്നു. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്രാവശ്യം ഇനിയിപ്പം മാർച്ച് 17-ാം തീയതി ഏപ്രിൽ 17-ാം തീയതി ഞാൻ കയറും. വീട് വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. കാരണം ഞാൻ ചെന്ന് ചോദിച്ചൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, അയ്യപ്പൻ തന്നിട്ടുണ്ട്. ഇനി ഒരു ആഗ്രഹമുണ്ട്, അതിപ്പോ പറയില്ല. അത് അടുത്ത ഇന്റർവ്യൂല് നിങ്ങൾക്ക് സംസാരിക്കും. അല്ല, അയ്യപ്പൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇപ്പൊ വിഷമമാണ്. അത്ര പോവാൻ പറ്റും. ഇപ്പം കുറെ ട്രാൻസ് വുമൻസ് കയറാറുണ്ട്. പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്ത്രീയാണ്. എന്റെ അമ്മയോട് പറഞ്ഞ, ഞാൻ അമ്മയോട് ആ സമയത്ത് ചോദിച്ചപ്പോ അമ്മയോട് പറഞ്ഞതാ, നീ പെണ്ണല്ലേ, നീ പെണ്ണുങ്ങൾ അങ്ങനെ ശബരിമലക്ക് കയറുന്ന എന്നോട് അമ്മ ചോദിച്ചത്. അപ്പൊ എന്റെ മോൾ ആ ആഗ്രഹം മനസ്സിൽ വെച്ച് മൂടിക്കോളാൻ പറഞ്ഞു. 50 വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും പോകുന്നുണ്ടല്ലോ, ശിവൻ പോകണ്ട, അമ്മയും 18 കൊല്ലത്തേക്ക് എന്നെ വിടാന്ന് നേർച്ചയുണ്ട്. ഇപ്പൊ 4ാമത്തെ കൊല്ലം. ഇനി ഞാൻ ഈ ഏപ്രിലിൽ പോകും. അത് കഴിഞ്ഞൊരു ജൂണിൽ അമ്മേനെയും കൊണ്ട് പോകും. ഇപ്പൊ ഉത്സവമല്ല, അമ്മേനെ കൊണ്ട് പോയാൽ ശരിയാവത്തില്ല. ഞാൻ വിചാരിക്കും ഈ പ്രാവശ്യം പോയിട്ട് ട്രോളി കയറുന്നതൊക്കെ എല്ലാം തിരക്കിട്ട് വന്നിട്ട് ജൂണിൽ അമ്മേനെ കൊണ്ട് പോകാന്ന് വിചാരിച്ചു. നടന്നു കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മേനെ കൊണ്ട് പോകാം.